മരണം ഹുസ്നുൽ ഖാത്തിമ, മരിക്കുന്ന നേരത്ത് ഷഹാദത്ത് ചൊല്ലി മരിക്കലാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന വിഷയം ഉറപ്പാണ്. ചിലർ ചൊല്ലിയില്ല എന്ന് വരും, പ്രത്യക്ഷത്തെ ചൊല്ലിയില്ല എന്ന് വരും, അതൊന്നും മോശമായ മരണം എന്ന് പറയാൻ പറ്റും. ചിലർ ലാ ലാ എന്ന് പറയും. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. മഹാന്മാരിൽ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്ന് പറഞ്ഞപ്പോ ലാന്ന് ആവർത്തിക്കുന്നുള്ളൂ. കുറെ നേരം കഴിഞ്ഞു, ബോധം തെളിഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തേ കലിമ ചൊല്ലാൻ നേരത്തെ പറഞ്ഞപ്പോ ലാ? അതെ, ആ നേരത്തെ ഇബ്ലീസുൽ ലഈൻ എന്നെ വന്ന് പഴപ്പിക്കാൻ വേണ്ടി വന്നു. ഇബ്ലീസ് പറഞ്ഞു, ക്രിസ്ത്യാനി ആയിക്കോ, അല്ലാഹു ലഗിസ് ലാ, നീ പറഞ്ഞ ഞാൻ കേൾക്കൂല, ഞാൻ അവന് മറുപടി പറയുകയായിരുന്നു ഇത്ര നേരം എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. പ്രത്യക്ഷത്തിൽ ലാ കേൾക്കുമ്പോൾ പടച്ചവനെ കലിമ ചൊല്ലിയില്ലല്ലോ. പിശാചിനോട് പടവെട്ടുന്ന ആളുകൾ മരണസമയത്തുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും ധൈര്യത്തിൽ മരിക്കുന്ന ആളുകൾ, പ്രത്യക്ഷത്തിൽ കലിമ ചൊല്ലാൻ ഭാഗ്യം കിട്ടുന്ന ആളുകൾ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. നല്ല മരണത്തിന്റെ ലക്ഷണം മറ്റൊന്ന് റഹ്മുൽ ജബീൻ, നെറ്റിയിൽ വിയർപ്പ് കാണുമെന്നാണ്. സഹിഹായ ഹദീസാൻ. ഇമാം അഹ്മദ് തങ്ങൾ, ഇമാം ഹാക്കിം എന്നവർ വസഹഹു അലാ ശർത്തി മുസ്ലിം, സഹിഹായ ഹദീസ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൗത്തുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ, നെറ്റിത്തടത്തെ വിയർപ്പോടുകൂടെ മരിക്കുന്നത് മുഅ്മിനിന്റെ മരണമാണ്. പറഞ്ഞു, അവര് ഖുറാസാനിൽ ഇരിക്കുന്ന സമയം, ഇറാനിന്റെ ഭാഗമാണ്. ആ സമയത്ത് അവരുടെ ഒരു സഹോദരനെ, രോഗിയായി കിടക്കുന്ന സഹോദരനെ സന്ദർശിക്കാൻ ചെന്നപ്പോ മരിക്കാൻ കിടക്കുകയാണ്, നെറ്റിയിൽ ഇങ്ങനെ വീർക്കുന്നുണ്ട്. അപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹു അക്ബർ, അല്ലാഹുവിനെ തന്നെ സത്യം, ഈ മരണം നല്ല മയ്യിത്തിന്റെ ലക്ഷണമാണ്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബി ബുറൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ്, മൗത്തുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ, മുഅ്മിനായ മനുഷ്യന്റെ മരണം നെറ്റിയിൽ വീർത്തുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. 3, വെള്ളിയാഴ്ച ദിവസത്തെ രാത്രിയിലോ പകലിലോ മരിക്കുന്നത് നല്ല ലക്ഷണമാണ്. മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ, ഖബറിന്റെ ശിക്ഷ അവർക്കുണ്ടാകില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ, ഇമാം തുർമിദി തങ്ങൾ, ഇമാം അൽബാനി അഹ്കാമുൽ ജനായിസിൽ സ്വഹീഹാണെന്ന് പറഞ്ഞ ആർക്കും പിന്നെ തർക്കിക്കാനില്ല. അൽബാനി തങ്ങൾ പറഞ്ഞു, പിന്നെ ആരും തർക്കിക്കാൻ വരൂല, സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. നാലാമത്തേത് യുദ്ധക്കളത്തിൽ കടന്നു മരിക്കുന്ന ശുഹദാഇന്റെ അവസ്ഥയാണ്. യുദ്ധക്കളത്തിൽ കടന്നു മരിക്കുന്നത്, മഹാനായ ഹംദല റളിയല്ലാഹു തആല അൻഹു വഫാത്തായത് അങ്ങനെയാണ്. ഉസൈരിയും അംർ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച ആളാണ്. ഉഹദ് യുദ്ധം നടന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ഞാൻ എന്തിനിങ്ങനെ മുസ്ലിം അല്ലാതെ നടക്കണം, ഞാനും മുസ്ലിം ആവട്ടെ. അങ്ങനെ കലിമ ചൊല്ലി ഒന്നും ആരും കണ്ടിട്ടില്ല. ഉസൈരി എന്ന് അവരറിയപ്പെടുന്നത്, അംർ ഇബ്നു സാബിത്ത് എന്ന പേര്. യുദ്ധക്കളത്തിലേക്ക് പോയി. ഉഹദ് യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോ ശുഹദാഇന്റെ കൂട്ടത്തിൽ കിടക്കുന്ന ഉസൈരിയും, അവര് ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരനാണ്. ഗോത്രക്കാര് ബനു അബ്ദുൽ അഷ്ഹൽ, അവരുടെ കുടുംബക്കാരൊക്കെ മരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോ ഉസൈരിയും അംർ ഇബ്നു സാബിത്ത് കിടക്കുന്നുണ്ട് അവിടെ. അപ്പൊ മരിച്ചിട്ടില്ല. അംർ ഇബ്നു സാബിത്ത്, എന്താ ഇപ്പൊ ഇവിടെ, നിങ്ങൾ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വന്നതോ അല്ല നിങ്ങളെ കുടുംബക്കാർക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതോ? ഞാൻ മുസ്ലിമാണ്. قاتلت مع رسول الله صلى الله عليه وسلم رغبة في الإسلام وآمنت بالله. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്ടപ്പെട്ടിട്ടും ദീനിനോട് ഇഷ്ടമായിട്ടും മുഅ്മിനായിട്ട് യുദ്ധത്തിന് വന്നതാണ്. പക്ഷേ എനിക്കിപ്പോ ഞാനിങ്ങനെ മരിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ സലാം എന്ന് പറഞ്ഞേക്കണം കേട്ടോ. അവസാനം പറഞ്ഞ വാക്കതാ, മരിച്ചു. സഹാബത്തിന്റെ നബിതങ്ങളോട് ചെന്ന് പറഞ്ഞു, നബിയേ, ഉസൈരീം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങയോട്. ആ സലാമടക്കി നബിതങ്ങൾ പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസിയാണ് അംർ ഇബ്നു സാബിത്ത് അൽ ഉസൈരീം എന്നറിയപ്പെടുന്ന ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൽപ്പെട്ട ആൾ. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ച് പറഞ്ഞു, ലം യുസല്ലി ലില്ലാഹി സ്വലാത്തൻ ഖത്ത്, ഒരു ഫർള് നിസ്കാരം പോലും നിസ്കരിച്ചിട്ടില്ല അദ്ദേഹം, ഒരു ഫർള് നിസ്കാരം. അപ്പോൾ മുഅ്മിനായി നേരെ യുദ്ധത്തിലേക്ക് ഷഹീദായി മരിച്ച ആളാണ്. സുബ്ഹാനല്ലാഹ്. ഷഹാദത്ത് മരിക്കുന്നത് ആദ്യമായി ശരീരത്തിൽ നിന്ന് രക്തം വീഴുന്ന സമയത്ത് തന്നെ സ്വർഗത്തിലിരിക്കാൻ പോകുന്ന ഇടം കണ്ടുകൊണ്ടാണ് ഷഹീദ് മരിക്കുന്നത്. ഷഹീദിന് ഖബറിൽ അദാബില്ല, അന്ത്യനാളിന്റെ ഭയാനകത ഏൽക്കുകയില്ല.
വയുഹല്ലാ ഹില്യത്തൽ ഈമാൻ, ഈമാനിന്റെ ആഭരണം അവർക്ക് അണിയിക്കപ്പെടും. 70ഓളം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യും ഷഹീദെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദ് ഒരുപാടുണ്ട്. അള്ളാഹുവിന്റെ വഴിയിൽ എൽമ പഠിക്കാൻ വേണ്ടി പോയതാ, ജിഹാദിന് വേണ്ടി പോയതാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പോയതാ. അങ്ങനെ ഒരാൾ പുറപ്പെട്ടും ആരെങ്കിലും അവരെ കൊന്നാൽ ഷഹീദാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ വീണു, ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോ വീണു എന്നൊക്കെ പറയില്ലേ, ഷഹീദാണ്. അള്ളാന്റെ വഴിയിൽ പോകുമ്പോ ഒരു പാമ്പ് കടിച്ചതാ, പള്ളിക്ക് പോകുമ്പോ പാമ്പ് കടിച്ചതാ, ഷഹീദാണ്. ഏത് അസുഖത്തിൽ വിരിപ്പ് കടന്ന് മരിച്ചാലും അള്ളാഹുവിന്റെ വഴിയിൽ ഇറങ്ങിയ ആളാണോ അത് ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തേത് അൽ മൗത്ത് ബിസ്വാഊൻ, പകർച്ചവ്യാധികൾ കൊണ്ട് മരിക്കുന്ന ആൾ ഷഹീദാണ്. അത്വാഊൻ ഷഹാദത്തുൽ ലികുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും പകർച്ചവ്യാധി രക്തസാക്ഷിത്വമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9 അൽ മൗത്ത് ബിൽ ഗർഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഷഹീദിന്റെ കൂലിയാണ്. ഔ ബിൽ ഹദം, ബിൽഡിംഗിൽ വീണു, എന്തെങ്കിലും വാഹനം വീണു, അല്ലെങ്കിൽ പൊരങ്ങ് തലയിലേക്ക് വീണു, എന്തെങ്കിലും വീണ് തലയിലേക്ക് വീണ് മരിക്കുന്നവർ ശുഹദാക്കളാണ്. ഈ എർത്തുകൊയ്ക്കിലും അതുപോലെ ഭൂകമ്പത്തിലും സുനാമിയിലും ഒക്കെ അങ്ങനെ മരിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ ശുഹദാഇന്റെ കൂലിയാണ്. മുങ്ങി മരിക്കുന്നവർ, വെള്ളം മുങ്ങി ഒക്കെ ശുഹദാഇന്റെ കൂലിയാണ്. കഴിഞ്ഞില്ല, കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ടിരിക്കെ, ജന്മം നൽകിക്കൊണ്ടിരിക്കെ ഒരു ഉമ്മ പ്രസവ സംബന്ധമായ സുഖത്തിൽ മരിച്ചുപോയാൽ ആ പെണ്ണിന് കിട്ടുന്നത് രക്തസാക്ഷിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മൗതു ബിൽ ഹറഖി, കത്തിക്കരിഞ്ഞുകൊണ്ട് മരിക്കുന്നത്, തീ പിടിച്ചു മരിക്കുന്നത്. വദാത്തുൽ ജംബി, സുബ്ഹാനല്ലാഹ്, ദാത്തുൽ ജംബ് എന്ന് പറഞ്ഞ ശരീരത്തിൽ നീര് വന്ന് വീർത്ത് നീരിന്റെ അസുഖത്തിനാണ് ദാത്തുൽ ജംബ് എന്ന് പറയുന്നത്. അങ്ങനെ അസുഖം വരുന്നതും ശുഹദാക്കളിൽ പെട്ടവരാണെന്ന് ജാബിർ ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇവരൊക്കെ ഷഹീദാണ്. എന്ന് പറഞ്ഞ ട്യൂബർക്കുലോസിസ്, ഇത് പിടിച്ചു മരിക്കുന്ന രോഗിക്ക് ഷഹാദത്തിന്റെ കൂലി അല്ലാഹു കൊടുക്കും. ഷഹീദിന്റെ കൂലിയാണ്. 14, 15, 16 ഒരു മനുഷ്യൻ സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ, ഒരു സമ്പത്ത്, തന്റെ സ്വത്ത് ഒരാൾ പിടിച്ചു പറിക്കാൻ വീട്ടിലേക്ക് വരാൻ ഡിഫെൻഡ് ചെയ്തു, പക്ഷേ വന്ന മോഷ്ടാവി ആളെ കൊന്നു എന്ന് വിചാരിക്കുക, അയാൾ ഷഹീദാണ്. ദീനിന് വേണ്ടി പ്രതിരോധിച്ചുകൊണ്ടിരിക്കാൻ മരിച്ചു, ഷഹീദാൻ. സ്വന്തം കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി വന്നപ്പോൾ പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്തു, ആ നേരത്ത് കൊല്ലപ്പെട്ടു, ഷഹീദാൻ. വമൻ ഖുതില ദൂന ദമിഹി, സ്വന്തം രക്തം ചിന്താൻ വേണ്ടി വന്ന ആളെ പ്രതിരോധിച്ചുകൊണ്ടോ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടോ മരിച്ചാൽ അവൻ ഷഹീദാൻ. കണ്ണൂരൊക്കെ മരിച്ച ശുക്കൂർ എന്ന് പറഞ്ഞ ഉറപ്പക്കാരൻ ഷഹീദിന്റെ കൂലിയാണ്. ദൂന ദമിഹി, സ്വന്തം രക്തത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ ആ നേരത്ത് വധിക്കപ്പെടുകയാണ്, ഷഹീദിന്റെ കൂലിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, റിബാതു യൗമിൻ വലൈല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ചു നിൽക്കുന്നത്, സൈന്യം അതിരുകൾ കാക്കുന്ന ജോലി, പട്ടാളക്കാർ ചെയ്യുന്ന ജോലി, പോലീസുകാർ ചെയ്യുന്ന ജോലി, ഒരു രാജ്യത്തിന്റെ സുരക്ഷത്തിന് വേണ്ടി ഉറക്കൊഴിക്കുന്നത് റിബാതു യൗമിൻ വലൈല, ഷഹീദിന്റെ കൂലി കിട്ടും അങ്ങനെ മരിച്ചുപോയാൽ. അൽ മൗതു അലാ അമലിൻ സാലിഹ്, ചുരുക്കി പറഞ്ഞാൽ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ആ രീതിയിൽ മരിച്ചാൽ ഇൻഷാ അല്ലാഹ് ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകുമെന്നാണ്. ഹുസ്നുൽ ഖാത്തിമ, ഷഹീദല്ല ഷഹാദത്തല്ല, ഹുസ്നുൽ ഖാത്തിമ, അത് നല്ല അടയാളമാണ്. അല്ലാഹു നമുക്കത് കാണിക്കുമാറാകട്ടെ. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.